സോസ് ഒന്നും ചേർക്കാതെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മക്രോണി റെസിപ്പിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ട, വേറെ ഏതെങ്കിലും ഓയിൽ മതി. അതിന് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 5-6 വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ എരിവിന് എത്രയാണോ പച്ചമുളക് വേണ്ട അതിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സ്നാക്കായിട്ടും ലഞ്ചായിട്ടും ഒക്കെ കൊടുത്തു വിടാം. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. മക്കളെ വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ പറ്റിയൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അവർ കഴിച്ചോളും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇവിടെ മോനിന് ഇങ്ങനെ വെജിറ്റബിൾസ് ഒരുപാട് കടിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ഞാനത് കുറച്ച് നേരം വേവാൻ വെച്ചിട്ടുണ്ട്. അതേസമയം നമുക്ക് ഒരു 2 ചെറിയ പഴുത്ത തക്കാളി എടുത്തിട്ട് അത് മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതിനൊന്ന് അരച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സോസിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയുടെ ഒരു പച്ചക്കുത്ത് നല്ലപോലെ ഉണ്ടാവും ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഓൾറെഡി 1.5 കപ്പ് മക്രോണി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചുമ്മാ ചൂടുവെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. ഒരു 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് റെഡിയാവും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനൊരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാം. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. ബൈ.